Good morning. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇത്തിരി ലേറ്റായി കേട്ടോ. 7:30 മണിയായി. ഞങ്ങൾ രാവിലെ എണീച്ച് പോകണമെന്ന് വിചാരിച്ചാണ് കേട്ടോ മഞ്ഞൊക്കെ കാണാനായിട്ട്. പക്ഷേ രാത്രിയിലത്തെ ബഹളവും എല്ലാം ക്ഷീണമൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പടപടാന്ന് റെഡിയായി. കുളിയൊക്കെ കഴിഞ്ഞ് ക്കാൻ പറ്റാത്ത തണുപ്പാണ് കേട്ടോ. പിന്നെ ഹീറ്റർ കൊണ്ടാണ് രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം കുറുക്കൊക്കെ കുടിച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് നല്ല മഴക്കോള് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. മഴ പെയ്തു തുടങ്ങി. ആകെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. കാര്യം മഴ പെയ്യുന്നു തോരുന്നു പെയ്യുമ്പോൾ നല്ല പോലെ അങ്ങ് മഴ പെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെയൊന്നും ആ ഒരു മഴ ഇല്ലായിരുന്നു. ഇന്നാണ് മഴ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊരു കുട പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ ശക്തമായ ഒരു മഴയായിരുന്നു കേട്ടോ. മഴ ചതിച്ചു എന്ന് തന്നെ പറയാം. പിള്ളേരെ ഇങ്ങോട്ട് നോക്കി ഹായ് കൊടുത്തോളൂ. പഠിപ്പിച്ചവരുണ്ടല്ലോ കുഞ്ഞുമക്കൾ. പോകുന്ന വഴിക്ക് തന്നെ തേയിലയൊക്കെ പിച്ചുന്നതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. മഴ നനഞ്ഞുകൊണ്ട് അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. കണ്ടോ ഒത്തിരിയും ഇത് കട്ട് ചെയ്ത് ഇപ്പം മെഷീൻ വർക്കൊക്കെ ആണല്ലോ. കുറേ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പണ്ടത്തെ കണക്ക് തേയില നുള്ളാനായിട്ട് എല്ലാവരും ഇറങ്ങി നുള്ളും. അല്ല അതിൻ്റെ മെഷീൻസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ മഴയൊന്ന് തോന്നിട്ട് അടുത്ത സ്പോട്ടിലെത്തിയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും ശക്തമായിട്ട് മഴ പെയ്യും. പിന്നെയും ഞങ്ങൾ വണ്ടി കയറും. അങ്ങനൊരവസ്ഥയായിരുന്നു. സെക്കൻഡ് ഡേ സത്യം പറഞ്ഞാൽ കുളമായി എന്ന് തന്നെ പറയാം. മഴ നമുക്ക് പണി തന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയി പകുതി എടുത്ത് ചെല്ലുമ്പോൾ ബ്ലോക്ക് ആവും. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. പറ്റുള്ള അഭിപ്രായം പറഞ്ഞ കുഞ്ഞുങ്ങളെ തണുപ്പുണ്ടോ? എനിക്കൊരു അഭിപ്രായം ഇല്ലയോ? ഇയാളാരാ പിള്ളേര്? സത്യത്തിൽ എൻ്റെ സൗണ്ട് തന്നെ പോയി കേട്ടോ. നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലാക്കണം. വല്ലാത്തൊരു അടഞ്ഞൊരു സൗണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ മഴയും തണുപ്പും പിന്നെ വണ്ടിക്കകത്ത് AC ഇടാതെ പോകാൻ പറ്റത്തില്ല. ഗ്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ AC ഇട്ടേ പറ്റൂ കേട്ടോ. അത്രയും ഒരു കോട പോലെ ഇങ്ങനെ മഞ്ഞ് പോലെ ഇറങ്ങുക, പിന്നെ അതങ്ങ് മാറുക, പിന്നെ ഒരു വെയിൽ പോലെ വരിക, പിന്നെ നമ്മൾ വണ്ടി നിർത്തപ്പോഴത്തേക്ക് മഴ പെയ്യുക. ഇങ്ങനൊരവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ ക്ഷീണിച്ചങ്ങ് ഉറങ്ങി കേട്ടോ. ഒത്തിരിയും ദൂരം ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി ആ ഒരു തേയില ഒരു ഫുള്ള് ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും ഒരു സ്പോട്ട് കിട്ടി ഒന്ന് നിർത്താമെന്ന് വെച്ചാൽ നടക്കാത്തൊരു പരിപാടിയായിപ്പോയി കേട്ടോ. സെക്കൻഡ് ഡേ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ. മഴയാണെങ്കിലും കുഞ്ഞുങ്ങൾ അതിനകത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേയൊക്കെ സംസാരിച്ചു അവർ കളിച്ചും ഒക്കെ അങ്ങ് ടൈം അങ്ങ് പോയി. ഒരാളിവിടെ മഴ ആസ്വദിക്കുകയാണ് കേട്ടോ. കണ്ട് ആസ്വദിക്കുകയാണ് വെള്ളം വീഴുന്നതൊക്കെ. ഒക്കെ കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞോ? ഇറ്റുസേ ആൻഡുസേ ആൻഡു ആൻഡു എന്താണ് കോഴിയെടുത്ത് ആൻഡ്രീസ് എന്തോ നോക്കുന്നേ? ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ മൂന്നാർ എത്തിയിരിക്കണം. നല്ല അടിപൊളി തണുപ്പും മഴയും. ഇപ്പൊ നമ്മൾ ടോയ്ലറ്റ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വെയിറ്റിംഗ് ആണ്. കാണിച്ചാൽ അതെ അങ്ങനെ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിരിക്കുകയാണ്. മഴയൊക്കെ മാറി വെയിൽ വന്നിരിക്കുകയാണ്. എൻജോയ്. എന്നെ കാണിച്ചില്ല. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ടീ ഫാക്ടറിയിലാണേ.
അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറിയിൽ ഇറങ്ങി കുറച്ച് തേയിലയൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നല്ല സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട്, താഴെ കൊക്ക പോലെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ എന്തെന്നറിയത്തില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. ഇതുവരെ മഴ പെയ്ത് ഒരു സ്ഥലമാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ വെയിലടിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ഇത്തിരി ചൂടാണെങ്കിലും കുഴപ്പമില്ല, മഴ പെയ്യുന്നതാണ് ആകെ വിഷയം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്നാൽ ഇവിടുത്തെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ സൈഡിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങും ചായ കിട്ടാത്തോളം തിരക്കായിരുന്നു ആ ഒരു ചായ ഒരു ഷോപ്പിൽ കേട്ടോ. ഭയങ്കര തിരക്ക്, ക്യൂ നിന്ന് വേണം നമുക്ക് ചായ മേടിക്കാനായിട്ട്. പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് തന്നെ വെച്ച്, ഈ കൊച്ചുങ്ങളെയും കൊണ്ട് ഇത്രയും ക്യൂ നിന്ന് അതും ഒരു ഗ്ലാസിൻ്റെ പകുതി ചായയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് അപ്പുറത്തുള്ള ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ തേയിലയൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, പിന്നെ ഒരു ഫുഡും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ടൈം ഒരു 3:30 മണി കഴിഞ്ഞു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എങ്ങും ഒരു നല്ലൊരു ഹോട്ടലില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു കടകളാണ്, അവിടെയൊക്കെ ഭയങ്കര തിരക്കുമാണ്. പിന്നെ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും കയറി നിൽക്കുകയും അങ്ങനെ സ്പേസ് ഇല്ല ഇരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിൽ കയറിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പിന്നെ കുറേ ബ്രെഡ് ഓംലേറ്റും അതുപോലെ തന്നെ പാനിപ്പൂരിയും അങ്ങനെ കുറേ ഡിഫറെൻറ്റ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ആ ഐറ്റംസൊക്കെ കുഞ്ഞുങ്ങൾക്ക് അവർക്കെല്ലാവർക്കും മാഗിയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചു. കാര്യം വിശപ്പൊന്ന് ഇതാക്കി കേട്ടോ, അതേ പറയാൻ പറ്റൂ. കാര്യം അവിടെ എങ്ങും നമുക്ക് ഹോട്ടൽസ് ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാത്ത ലൈറ്റായിട്ടുള്ള ഐറ്റംസ് പോലും കഴിക്കാനുള്ള ഷോപ്പില്ല. പിന്നെ നമ്മൾ ചെല്ലുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ആകെ ഒരു ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു സ്ഥലം ഇവിടെയാണ്, ആ സെക്കൻഡ് ഡേയിൽ കേട്ടോ. കാര്യം അവർ ഒത്തിരി എൻജോയ് ചെയ്തു. കാര്യം രാവിലെ മുതൽ ഇങ്ങനെ വണ്ടിയിൽ നമ്മളൊരു 8:30-9 മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചാണ് കേട്ടോ. അന്നേരം മുതൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ റൗണ്ട് ചുറ്റുമാണ്. നല്ലൊരു സ്പോട്ടിൽ ഇറങ്ങാനായിട്ടും ഫ്ലവർ ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലവർ ഷോയ് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നിടത്ത് തന്നെ നമുക്ക് പിന്നെ ആനക്കുളം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കവിടെ എങ്ങും വണ്ടി പാർക്ക് ചെയ്യാൻ പോലുള്ള സ്ഥലമില്ലായിരുന്നു. ആ ഫ്ലവർ ഷോയുടെ അവിടെ എങ്ങും വണ്ടി പാർക്ക് ചെയ്യാനേ പറ്റത്തില്ല. നമ്മൾ വണ്ടി എന്ന് വെച്ചാൽ വലിയ വണ്ടി ആയതുകൊണ്ട് എങ്ങും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. ഫുൾ തിരക്കായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് എല്ലാവരും വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി നിൽക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മളെ തലതിരിഞ്ഞ ബെഡ്റൂം കണ്ടോ. അവിടെ അഡ്വഞ്ചർ പാർക്കിൽ കുറേ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോഴും മഴ ചതിച്ചു, ബട്ട് എത്ര മഴയായാലും നമ്മൾ അടിച്ചു പൊളിച്ച് കൈസ്. ഇത്ര നേരം കാറിയിരുന്ന് മുഷിഞ്ഞതെല്ലാം ഇവിടെ വന്ന് തീർത്തു. അടിപൊളിയായിരുന്നു കൈസ്, അമ്യൂസ്മെൻറ്റ് സൂപ്പർ, വേറെ ലെവൽ. എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ കയറാതെ പോരുത് കൈസ്. ലാസ്റ്റത്തെ 3D ഷോടെ വന്നപ്പം പൂർത്തിയായി. പാർക്കിൽ കിടന്ന് ആടിത്തുമ്പോഴത്തേട്ട് എല്ലാം ഉറക്കമായി കേട്ടോ. റൂമിൽ ചെല്ലുന്നതിന് ഇപ്പോൾ വണ്ടിക്കകത്ത് കിടന്ന് സൂപ്പർ ഉറക്കമായിരുന്നു എല്ലാവരും. പിന്നെ നമ്മൾ റൂമിലൊക്കെ ചെന്നിട്ട് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായിട്ടൊരു 12 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ അടുത്ത് ഇതിൻ്റെ പാർട്ട് 3 ഉണ്ട് കേട്ടോ.